സീരിയലുകൾക്ക് സെൻസറിംഗ് ഏർപ്പെടുത്തണമെന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. എന്നാൽ സീരിയലുകൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്ന വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സീരിയലുകൾ നിരോധിക്കേണ്ടതുണ്ടോ? പൗർണമിയുടെ വ്യക്തിപരമായ അഭിപ്രായം എന്താണ്? എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സീരിയലുകൾ നിരോധിക്കേണ്ട ഒരു ആവശ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം സീരിയലുകൾ കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഓപ്ഷൻസ് ഉണ്ട്, കാണാതിരിക്കാം. അവിടെ നിരോധനം എന്ന് പറയുന്നത് ഇത്രയധികം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു തൊഴിൽ മേഖല കൂടിയാണ്. അപ്പോൾ നമ്മൾ പോലും വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കാണ് ഇതിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അത്രയും പേരുടെ തൊഴിൽ ഇല്ലാതാക്കുക എന്നുള്ളത് ആരുടെയും ലക്ഷ്യമല്ലല്ലോ. അപ്പോൾ രാഹുൽ എന്താണ് തോന്നുന്നത്? അല്ല, ഈ സീരിയൽ നിരോധിക്കണം എന്ന് വ്യക്തിപരമായി എനിക്കും അഭിപ്രായമില്ല. പൗർണമി തന്നെ സൂചിപ്പിച്ചതുപോലെ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യന്മാരടക്കം ആയിരക്കണക്കിന് ആളുകൾ ഉപജീവന മാർഗമാണ്. അപ്പോൾ നിരോധിക്കേണ്ടതില്ല, പക്ഷെ ഒരു സെൻസറിങ് ആവശ്യമല്ലേ? പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമ്മൾ ഏത് ഭാഗം എങ്ങനെ ഉൾപ്പെടുത്തിയ ഇതിനെ സെൻസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. എങ്ങനെ സെൻസർ ചെയ്യും എന്ന് ചോദിച്ചാൽ വലിയ ചോദ്യമാണ്. ഇപ്പൊ പ്രധാനമായി ഇന്നിപ്പോ വനിതാ കമ്മീഷൻ അധ്യക്ഷ അടക്കം സൂചിപ്പിച്ചത് ഇത്തരം സീരിയലുകൾ നൽകുന്ന സന്ദേശങ്ങൾ ശരിയല്ല എന്നുള്ളതാണ്. ഇപ്പൊ കുട്ടികളിൽ അല്ലെങ്കിൽ മുതിർന്നവരിലാണെങ്കിൽ പോലും വിദ്വേഷത്തിന്റെ, പകയുടെയൊക്കെ സൂചനകളാണ് ഇത്തരം സീരിയലുകൾ നൽകുന്നത്. അത് ഒരു നല്ല സന്ദേശം സീരിയലുകൾ നൽകുന്നില്ല എന്നുള്ളതാണ് പൊതുവെ സമൂഹത്തിന്റെ ഒരു അഭിപ്രായം. വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇന്ന് പറഞ്ഞത് തന്നെയാണ്. അപ്പൊ അത് ഒഴിവാക്കണം, അതിന് സെൻസറിങ് ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ഇന്ന് പി സതീദേവി പറഞ്ഞത്. അപ്പൊ ആ വാക്കുകളോട് ഞാൻ യോജിക്കുന്നു. അതായത് ഓക്കെ, നല്ല സന്ദേശം അല്ല കൊടുക്കുന്നത് എന്ന് പറയുന്നു. പക്ഷെ ഈ നല്ല സന്ദേശം എന്ന് ഉദ്ദേശിച്ച് നമ്മൾ കൊടുക്കുന്നതിന് പ്രേക്ഷകർ ഉണ്ടായിരുന്നുവെങ്കിൽ നല്ല സന്ദേശം മാത്രം കൊടുത്തുകൊണ്ടും സീരിയലുകൾ ചെയ്യാമായിരുന്നല്ലോ. ഇത്രയേറെ വർഷങ്ങളായിട്ട് ഈ ഒരു സെയിം രീതി ഇവർ തുടർന്ന് പോകണമെങ്കിൽ അവരും ഈ ജോലി ചെയ്യുന്നവരും ഈ വിഭാഗത്തിലൊരു റിസർച്ച് നടത്തിയതിന് ശേഷം ആളുകളുടെ താല്പര്യത്തിനനുസരിച്ചല്ലേ ഇത് നിർമ്മിക്കുന്നത്. അപ്പൊ ആളുകൾ കാണണം എന്നുള്ളതായിരിക്കുമല്ലോ ഇത് നിർമ്മാതാക്കളുടെ ഒരു ആവശ്യം. തീർച്ചയായും ബിസിനസ് കൂടിയാണല്ലോ, അല്ലേ? അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പം നല്ല സന്ദേശം, ഓക്കെ, നല്ല സന്ദേശം ഇപ്പം വീട്ടുകാർ അല്ലെങ്കിൽ മുതിർന്ന ഒരാൾ സീരിയൽ കാണുന്ന ഒരാൾക്ക് ഇത് ശരിയല്ല എന്ന് തോന്നിയ ഒരു കൊച്ചുകുട്ടി ഇത് കാണുവാണെങ്കിൽ ആ ആളെ തടയാൻ പറ്റും. എന്നിട്ടും അത് കാണുന്നുണ്ട് എങ്കിൽ അതിന് നമുക്ക് ആരെ കുറ്റം പറയാൻ പറ്റും? അപ്പൊ ഞാൻ മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, 2017-18 കാലഘട്ടത്തിൽ വനിതാ കമ്മീഷൻ ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിരുന്നു. ആ പഠനത്തിന്റെ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്തതാണ്. അന്ന് അവർ പറഞ്ഞത് ഈ സീരിയലുകൾ നിരോധിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് മെഗാ സീരിയലുകൾ നിരോധിക്കണം, മെഗാ സീരിയലുകൾ മലയാളത്തിൽ വേണ്ട. ചെറിയ ചെറിയ സീരിയലുകൾ, അതായത് 20 എപ്പിസോഡ് കൊണ്ട് അല്ലെങ്കിൽ 30 എപ്പിസോഡ് കൊണ്ട് തീരുന്ന ചെറിയ ചെറിയ സീരിയലുകൾ മതി, മെഗാ സീരിയലുകൾ നിരോധിക്കണമെന്നാണ് അന്ന് വനിതാ കമ്മീഷൻ പറഞ്ഞത്. അപ്പോഴും സീരിയലുകൾ പൂർണ്ണമായും നിരോധിക്കണമെന്നല്ല, അതായത് അതിനൊപ്പം അതല്ലെങ്കിൽ സെൻസറിങ് ഏർപ്പെടുത്തണം എന്നൊരു അഭിപ്രായം അന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. പക്ഷെ വർഷങ്ങൾ ഇത്രത്തോളം കഴിഞ്ഞു പോയിട്ടും എനിക്ക് തോന്നുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മന്ത്രി സജി ചെറിയാൻ ഇതേക്കുറിച്ചൊരു പരാമർശം നടത്തിയിരുന്നു, സെൻസറിങ് ഏർപ്പെടുത്തുമെന്ന്. പക്ഷെ വീണ്ടും വർഷങ്ങൾ കടന്നു പോകുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. ആ വർഷം മികച്ച സീരിയലിനുള്ള അവാർഡ് പോലും നല്ലൊരു സീരിയൽ ഇല്ല എന്ന് പറഞ്ഞ് അതെ സംസ്ഥാന ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് മികച്ച സീരിയലിനുള്ള അവാർഡ് നൽകാൻ ഉതകുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നില്ല. നല്ല സീരിയലുകൾ നല്ല സീരിയലുകൾ ഇല്ലാത്തത് കൊണ്ട് അവാർഡ് ഇക്കൊല്ലം സീരിയലുകൾക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ വേറെ സാങ്കേതികമായി മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. കാര്യം ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് 30-ലധികം സീരിയലുകൾ മലയാളത്തിലുണ്ട്. എല്ലാ ചാനലുകൾ കൂടി എടുക്കുകയാണെങ്കിൽ ഇപ്പൊ 7 മണി മുതൽ അല്ലെങ്കിൽ 6:30 മുതൽ 10 മണി വരെ നോക്കിയാൽ 30-35ഓളം സീരിയലുകൾ മലയാളത്തിൽ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിലേക്ക് അവാർഡിന് വേണ്ടി പോകുന്നത് ഒരു പക്ഷേ 8-10 സീരിയലുകൾ മാത്രമായിരിക്കാം. അതിനപ്പുറത്തേക്ക് ജൂറിക്ക് മുമ്പിലേക്ക് എത്തുന്നില്ല. അപ്പൊ ആ 10 സീരിയലുകളിൽ നല്ലൊരു സീരിയൽ ഇല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. എന്നുകൊണ്ട് മറ്റുള്ള സീരിയലുകൾ നല്ലതാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി ഇല്ലേ? ഉണ്ട്. ഇപ്പൊ ഈ 10-35 സീരിയൽ ഉണ്ടെന്ന് രാഹുൽ തന്നെ പറയുന്നു. അപ്പൊ ഈ 35 സീരിയലുകളും ഓടിക്കൊണ്ടേയിരിക്കും ഓരോ ദിവസം കഴിയും തോറും. ഇതിന് പ്രേക്ഷകർ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സീരിയലുകൾ ഇങ്ങനെ ഓടും. തീർച്ചയായും പ്രേക്ഷകരുണ്ട്. ഈ മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നു സീരിയലുകൾ നിരോധിക്കണം, സീരിയലുകൾ തെറ്റായ സന്ദേശം നൽകുന്നു. തെറ്റായ സന്ദേശം നൽകാൻ ഉള്ള കാരണം ആരാണ്? യഥാർത്ഥത്തിൽ പ്രേക്ഷകർ തന്നെയാണ്. തീർച്ചയായും പ്രേക്ഷകർക്ക് വേണ്ടത് ഈ നെഗറ്റീവ് സാധനങ്ങൾ, അതായത് സെൻസേഷണൽ കണ്ടന്റുകളാണ് എപ്പോഴും അവരെ
ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നല്ലൊരു സന്ദേശമാണ്, അങ്ങനെ നോക്കിയല്ല ആളുകൾ സീരിയല് കാണുന്നത്. ഏറ്റവും കൂടുതൽ ഈ നെഗറ്റീവ് സാധനങ്ങളുള്ള സീരിയലുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ളതെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ കാലത്ത് നമുക്കതിനെ അങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോൾ ഈ ദൂരദർശൻ മാത്രമായിരുന്ന കാലഘട്ടത്തിൽ സീരിയലുകൾ കണ്ടുകൊണ്ടിരുന്ന ആളുകൾ എങ്ങനെയുള്ളവരാ? കൊച്ചുകുട്ടികൾ അങ്ങനെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ കുറച്ച് മുതിർന്നവർ അല്ലെങ്കിൽ വീട്ടിൽ പ്രായം ചെന്ന ആളുകളുണ്ടെങ്കിൽ കൂടുതലും അവർ സീരിയലുകൾ കാണുമായിരുന്നു. അതായത് ഈ റിട്ടയർമെന്റ് ലൈഫിലൊക്കെ നിൽക്കുന്ന ആളുകൾ. അല്ല, അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാര്യം ഞാനൊക്കെ ചെറുതിലെ ഈ വെക്കേഷൻ ടൈമിലൊക്കെ ദൂരദർശനിലെ സീരിയലുകൾ കണ്ട് ശീലിച്ചിട്ടുള്ള ആളാണ്. ജ്വാലായി പോലുള്ള സീരിയലുകൾ കണ്ട് ശീലിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അന്ന് ഇത്തരം മത്സരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇത്രത്തോളം ചാനലുകൾ ഉള്ളത് കൊണ്ട് വലിയൊരു കോമ്പറ്റീഷൻ ഉണ്ട്. പ്രേക്ഷകരെ എത്തിക്കേണ്ടല്ലേ, റേറ്റിങ്ങിനെ പരസ്യങ്ങളെയൊക്കെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് ആളുകൾ കാണുന്ന തരത്തിലുള്ള സാധനങ്ങൾ കൊടുത്തേ പറ്റൂ. അതിന് ചാനലുകൾ നിർബന്ധിതരാകും. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുള്ളത്, മുൻപ് സീരിയലുകളുടെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. ഒരു അമ്മായിയമ്മ പോര് അല്ലെങ്കിൽ നാത്തൂൻ പോര്, ആ ഒരു റേഞ്ചിലാണ് സീരിയലുകൾ മുന്നോട്ട് പോയിരുന്നത് എങ്കിൽ ഇന്ന് കുറച്ചുകൂടി റൊമാൻറ്റിക് ആയിട്ടുള്ള സീനുകൾ കൂടി ഉൾപ്പെടുത്തി യൂത്തിനെ കൂടെ ആകർഷിക്കുന്ന രീതിയിലേക്ക് ഒരു 90% മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. ഇനി സംഭവിക്കും അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതല്ല, ഇപ്പൊ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു തരത്തിലാണ്. ഈ സീരിയലുകൾക്ക് സെൻസറിങ് ഏർപ്പെടുത്തണമെന്ന് പറയുന്നു, അതിനെ കുറിച്ച് അഭിപ്രായം എന്താണ്? ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ സെൻസേഷണൽ കണ്ടന്റ് ആണ് ആളുകൾക്ക് വേണ്ടത് അല്ലേ? ആളുകൾ ആഗ്രഹിക്കുന്നത് അതാണ്. ആളുകളുടെ ആഗ്രഹങ്ങൾ നിൽക്കട്ടെ. അവർക്ക് വേണ്ടത് പോസിറ്റീവായിട്ടുള്ളൊരു സാധനമാണെങ്കിൽ അവരിത് ബഹിഷ്കരിക്കട്ടെ, കാണാതിരിക്കട്ടെ. അതിന്റെ ചേഞ്ച് ഈ ചാനലുകൾക്ക് മനസ്സിലാവുമല്ലോ. ആളുകൾ ഈ ചാനലുകൾ കാണാതിരിക്കുമ്പോൾ ബഹിഷ്കരിക്കട്ടെ എന്ന് പൗർണമി പറയുമ്പോഴും നമ്മുടെ കൊച്ചു കുട്ടികളടക്കം ഇത് കണ്ടു വളരുന്നുണ്ട്. അപ്പം അവര് തെറ്റായ ഒരു വഴിയിലേക്ക് പോകാതിരിക്കാനുള്ള ബാധ്യത അല്ലെങ്കിൽ അത് നോക്കേണ്ട ബാധ്യത നമ്മുടെ സംസ്ഥാന സർക്കാരിനുണ്ട്. വനിതാ കമ്മീഷൻ പോലെയുള്ള സംഘടന അതിന് അത്തരം സംവിധാനങ്ങൾക്കുണ്ട്. അപ്പൊ അവർ അതിലൊരു തീരുമാനം എടുക്കുന്നു, ഇല്ലെങ്കിൽ അത്തരത്തിലൊരു പരാമർശമാണ് ഇന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആളുകൾ വേണ്ടെങ്കിൽ കാണണ്ട എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? തീർച്ചയായും അതിലും ഒരു കാര്യമില്ലേ. ഇപ്പം സെൻസർ ചെയ്യാം, ഇപ്പൊ സംസ്ഥാന സർക്കാരിന് ഇതിനകത്ത് ഇടപെടാം, ഒരു പരിധിവരെ നല്ല ഉദ്ദേശത്തോടു കൂടി കൺട്രോൾ ചെയ്യാം. അതിനപ്പുറത്തേക്ക് ഇത്രയും ആളുകളുടെ തൊഴിലിനെ ബാധിക്കുന്ന രീതിയിൽ, അല്ലെ ഇത്രയും ആളുകൾ ഇത്രയും നാൾ കണ്ടുവന്നിരുന്ന ഈ ഒരു ശീലത്തിൽ നിന്നൊക്കെ മാറാൻ കുറച്ച് പാടുപെടും. എങ്കിലും ഈ ഒരു സെൻസർ ചെയ്യുന്നത് കൊണ്ട് മാത്രം തീരുന്നതാണോ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ? അല്ല, സീരിയലുകൾ സെൻസർ ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ പ്രശ്നങ്ങളും തീരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. സീരിയലുകൾ സെൻസർ ചെയ്താലും സിനിമകൾ ഇറങ്ങുന്നുണ്ട്, അതൊരു വശം. സിനിമകൾ ഇറങ്ങുന്നുണ്ട്, സിനിമകളിലും നെഗറ്റീവ് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പം പൗർണമി തന്നെ മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ ദൃശ്യം സിനിമ ഇറങ്ങി, അതിനുശേഷം ദൃശ്യം മോഡൽ എത്രയോ കൊലപാതകം, ആ ടൈറ്റിലോട് കൂടി തന്നെയാണ് ആ വാർത്തകൾ വന്നത്. ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് പറഞ്ഞ് ഒന്നിലധികം വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ സിനിമ എന്നാൽ ഇങ്ങനെ വന്നു, അതുകൊണ്ട് ഇനി ഈ സിനിമ കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് ആ സിനിമ നിരോധിച്ചോ? ഇല്ല. ഇപ്പോഴും അത് ഏത് ഇതിലാണോ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പൊ കയറി കാണാൻ നമ്മൾ വിചാരിച്ച നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു പ്രായോഗിക പ്രശ്നമുള്ളത്, സെൻസറിങ് വേണമെന്ന് ആവശ്യപ്പെടുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. വനിതാ കമ്മീഷൻ 2018 ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം മന്ത്രി സജി ചെറിയാൻ ഇത് പറഞ്ഞു. പക്ഷെ ഇതിൽ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 30-35ഓളം സീരിയലുകൾ ഇന്ന് മലയാളത്തിലുണ്ട്. ഒരു സീരിയൽ, ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് അരമണിക്കൂറാണ് ഒരു സ്ലോട്ട്. അപ്പൊ ഒരു സീരിയലിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 21-20 മിനിറ്റ് ആയിരിക്കും, ബാക്കി പരസ്യമാണ്. അപ്പം ഈ ഒരു ദിവസം ഈ 20 മിനിറ്റ് വീതം 30 സീരിയലുകൾ സെൻസർ ചെയ്യപ്പെടണം. അതിലൊക്കെ പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. സെൻസർ ചെയ്യണമെന്ന് നമ്മൾ പറയുമ്പോഴും പ്രായോഗികമായി ഇപ്പൊ സർക്കാർ ഒരു പുതിയ സംവിധാനം ഇതിനു വേണ്ടി മാത്രം ഏർപ്പെടുത്തി അവരിലൂടെ സെൻസറിങ് ചെയ്യപ്പെട്ട് ഇത് പുറത്തേക്ക് ടെലികാസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും ഇത്രത്തോളം സീരിയലുകൾ ഉള്ളത് കൊണ്ട് തന്നെ സെൻസർ ചെയ്യുന്നതിൽ ഇനി അഥവാ നിലവിലുള്ള അത്രയും സീരിയലുകളും നിർത്താൻ തന്നെ ഒരു ഉത്തരവ് വന്നാൽ ഇനി പുതിയ സീരിയലുകൾ എന്താണെങ്കിലും തുടങ്ങും. ഇത്രയും ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ഇത്രയും കാശ് മുടക്കിയത് നഷ്ടം, അതൊക്കെ സർക്കാർ ഒരുപക്ഷെ നികത്തേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു സാഹചര്യം അങ്ങനെ നിർത്താൻ ഒരു ഇതിലേക്ക് ഒരിക്കലും പോവില്ല. അതെങ്ങനെ പോകാൻ പറ്റും? കാര്യം ഇതൊരു സ്വതന്ത്ര തൊഴിൽ മേഖല. അതായത് ഇപ്പൊ ഉള്ളതിനെ നിലനിർത്തിക്കൊണ്ട് ഇനി വരാൻ പോകുന്ന കണ്ടന്റുകൾ ട്രിം ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സെൻസറിങ് ഏർപ്പെടുത്തി ഒരു പർട്ടിക്കുലർ കണ്ടന്റ് ഇതിനകത്തു നിന്ന് ഒഴിവാക്കണം എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ ഒരു നാടകമാണേലും ഒരു സിനിമയാണേലും അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്ന അതിന്റെ ആ എ ലൈൻ അല്ലെങ്കിൽ ആ ഒരു 1 ലൈൻ ആയിരിക്കുമല്ലോ. അപ്പൊ അതിനെ തന്നെ കില്ല് ചെയ്തുകൊണ്ട് നമുക്കൊരു ഒരു പർട്ടിക്കുലർ കണ്ടന്റ് ഒഴിവാക്കുക എന്നുള്ളതല്ല, തെറ്റായ സന്ദേശം നൽകുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ തെറ്റായ സന്ദേശങ്ങൾ നൽകുന്നത് ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവ് സാധനങ്ങൾ മാത്രം ഒരു സീരിയലിൽ ഉൾക്കൊള്ളിച്ചാൽ അത് കാണാൻ പ്രേക്ഷകർ ഉണ്ടാവില്ല എന്നുള്ളതാണ്
അടിസ്ഥാനപരമായ കാര്യം. നമ്മൾ സംസാരിച്ചതിനെ കുറിച്ച് തന്നെയാണ്. അപ്പം ഈ സീരിയലുകളൊക്കെ ഇങ്ങനെ ആയി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഇത് കാണുന്ന പ്രേക്ഷകർ തന്നെയാണ്, അവർ തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും സീരിയലുകൾ നിരോധിക്കണം എന്ന് നമുക്ക് അഭിപ്രായമില്ല. കാരണം ആർട്ടിസ്റ്റുകൾ മുതൽ യൂണിറ്റ് ജീവനക്കാർ വരെ, അല്ലെങ്കിൽ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമാണ്. വർഷങ്ങളായി ഇതുകൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുമുണ്ട്. അപ്പോൾ സീരിയലുകൾ നിരോധിക്കാൻ ഒരിക്കലും അഭിപ്രായമില്ല. പക്ഷേ സെൻസറിങ് ആവശ്യമാണ് എന്ന് പല കോണുകളിൽ നിന്നും ഒരേ സമയം തന്നെ ഒരേപോലെ അഭിപ്രായം ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. 2018 മുതൽ ഇത്തരം ആവശ്യങ്ങൾ ഉയരുന്നതാണ്. വനിതാ കമ്മീഷൻ അടക്കം റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിലെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉചിതമായ ഇടപെടൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്.